ഹേ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളായി ലോങ് വീഡിയോ ചെയ്യണമെന്ന് ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അതുപോലെ ഒരു കണ്ടന്റ് മൈൻഡിൽ വന്നത്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടൈറ്റിൽ കണ്ട പോലെ തന്നെ വാട്ട്സ് ഇൻ മൈ ബാഗാണ്. വാട്ട്സ് ഇൻ മൈ ഓഫീസ് ബാഗാണ്. ദിസ് ഈസ് മൈ ബാഗ്. ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന ബാഗാണ്. ഞാൻ പൊതുവേ ഓഫീസിൽ പോകുമ്പോൾ സെയിം ബാഗാണ് കൊണ്ടുപോകല്. എന്താന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ്യൂം മാറുന്നതിനനുസരിച്ച് ബാഗ് ചേഞ്ച് ചെയ്യാൻ നിന്നാൽ ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയിട്ട് ചിലത് മറന്നും പോകാറുണ്ട്. അതുപോലെ തന്നെ മിസ്സായും പോകലുണ്ട്. അപ്പം ഞാൻ പൊതുവേ ബാഗ്സ് മാറ്റാറില്ല. സെയിം ബാഗ് തന്നെയാണ് കൊണ്ടുപോകല് ഓഫീസിലേക്ക് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ യൂഷ്വലി ഇത്ര വലിയ ബാഗ് കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ഞാൻ പൊതുവേ മാറ്റാറില്ല. സെയിം ബാഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ മിറാഗിയോ, നിങ്ങൾക്ക് അറിയുമായിരിക്കാം ഈ ബ്രാൻഡ്. ഞാൻ മിറാഗിയോ എന്നാണ് പ്രൊണൗൺസ് ചെയ്യൽ. ശരിക്കും അതങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. മിറാഗിയോ തന്നെയാണ്. അപ്പോൾ ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ മിന്ത്രയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ബാഗ് ഞാൻ കാണുമ്പോൾ, നമുക്ക് കോളേജിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ പൊതുവെ ബാക്ക് പാക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റീവായി തോന്നി. ക്യാച്ച് ചെയ്തൊരു സാധനമായിരുന്നു മിറാഗിയോൻ്റെ ബാഗ്സ്. ഈ സെയിം മോഡലല്ല, മിറാഗിയോയുടെ ബാഗ്സ് ഞാൻ കാണലുണ്ട്. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഞാൻ എന്തെങ്കിലും ഓഫീസിൽ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ബാഗ് മേടിക്കണം എന്ന് അന്നേ എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോകാം നമുക്ക് ഈ ബാഗ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണല്ലോ നമുക്ക് മൈൻഡിൽ നമ്മൾ വലുതാകുമ്പോൾ അങ്ങനെ. അതുപോലെ ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ബാഗ് മതി എന്ന് ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ്. പിന്നെ അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുന്ന സമയത്ത് എനിക്ക് ഫ്രൈഡേ എങ്ങോനോ ആണ് കോൾ വന്നത്, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. മൺഡേ ജോയിനും ചെയ്യണം. അപ്പം നമ്മൾ ഈ ബാഗ് വാങ്ങണമെങ്കിൽ നമ്മൾ ഓൺലൈനിലാണല്ലോ വാങ്ങുക. അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടൂല. 2 days ഡെലിവറി ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ദൈവമേ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ എനിക്ക് വാങ്ങായിരുന്നു എന്നുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ കളിയാക്കൂലേ, ഇൻ്റർവ്യൂ പോകുമ്പോൾ തന്നെ നീ ബാഗൊക്കെ ഓർഡർ ചെയ്തോ എന്നുള്ള, വീട്ടുകാർ കളിയാക്കും എന്നുള്ള രീതിക്ക് അപ്പം തന്നെ ഒന്നും ഞാൻ ഓർഡർ ചെയ്തില്ല. നമുക്ക് ഇൻ്റർവ്യൂ കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. സോ ഞാൻ നോർമൽ എൻ്റെ വീട്ടിലുള്ള ഒരു ബാഗ് തന്നെയാണ് ഞാൻ ഫസ്റ്റ് വീക്ക് ഓഫ് ഓഫീസിൽ കൊണ്ടുപോയത്. പിന്നെ ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്തായിരുന്നു ഈ സെയിം ബാഗ്. നോക്കി, ഞാൻ മോഡൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അപ്പം ഇഷ്ടപ്പെട്ട ഒരു ഡെയിലി യൂസ് ആകുമ്പോൾ നമ്മൾ ബ്ലാക്ക് അല്ലേ കൂടുതൽ കൺവീനിയൻറ്റും ആണ്, പിന്നെ പെട്ടെന്ന് അഴുക്കാവും എന്നുള്ള രീതിക്ക് ബ്ലാക്കാണ് ഞാൻ എടുത്തത്. എനിക്ക് വേറൊരു ബേജ് കൈൻഡ് ഓഫ് കളറായിരുന്നു ആഗ്രഹം. ബാക്കിയുള്ളവരോട് സജഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഡെയിലി യൂസ് അല്ലേ. എൻ്റെ സിസ്റ്ററൊക്കെ പറഞ്ഞു ഡെയിലി യൂസ് അല്ലേ, നീ അഴുക്കാക്കും, അതുകൊണ്ട് ബ്ലാക്ക് തന്നെ മതി എന്നുള്ളത് അവൾ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ശരി ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യാം. പിന്നെ വാങ്ങിക്കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു നന്നായി ബ്ലാക്ക് തന്നെ എടുത്തത് എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം, എന്താണ് എൻ്റെ ബാഗിൻ്റെ ഉള്ളിലുള്ളതെന്ന്. അപ്പോൾ ഈ ബാഗിൽ സിംഗിൾ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. കാരണം ഓഫീസ് ആകുമ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് സിംഗിൾ കമ്പാർട്ട്മെൻറ്റ് മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ ക്യാരി ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൽ എല്ലാ സാധനവും കൂടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ടുള്ളത് ലഞ്ചാണ്. നമുക്ക് ലഞ്ച് കൊണ്ടുപോകണം സ്കൂളിലേക്ക്. അപ്പോൾ ദിസ് ഈസ് ദ ലഞ്ച് ബോക്സ് ഐ എം യൂസിങ്. നോൾട്ടയുടെ ഒരു ലഞ്ച് ബോക്സ് ആണ്. വിത്ത് എന്താ പറയുക, കറി കൊണ്ടുപോകുന്ന ഒരു ബോക്സും കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു 2 സാധനമാണുള്ളത്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ അതും. ഒരു കവറുണ്ട്, അത് ഈ ലഞ്ച് ലീക്കാവാതിരിക്കാൻ എക്സ്ട്രാ കവർ ഞാൻ എപ്പോഴും ബാഗിൽ കരുതാറുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് സാധനം. ലഞ്ച് നമ്മൾ എന്നും കൊണ്ടുപോകണം. ചില ഡേയ്സ് നമ്മൾ പുറത്ത് കഴിക്കാറുണ്ട്, അപ്പോൾ നമ്മൾ ലഞ്ച് കൊണ്ടുപോകാറില്ല. എന്നാലും ഞാൻ ഈ ബാഗ് തന്നെയാണ് എടുക്കൽ. കാരണം ബാക്കി ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതിലാണല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ബാഗിലുള്ളത് ഒരു മിററാണ്. ദിസ് ഈസ് ദ മിറർ ഐ എം യൂസിങ്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ എന്തിനാ എല്ലാ സാധനവും കൂടെ ക്യാരി ചെയ്യുന്നത് എന്ന് വിചാരിക്കും, ബട്ട് സ്റ്റിൽ ദീസ് തിങ്സ് ആർ വെരി യൂസ്ഫുൾ ടു അസ്.
അപ്പോൾ ഒരു മിററുണ്ട്. പിന്നെ എനിക്ക് ഈ ബാഗിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഒരു പൗച്ചാണിത്. മിറാഗിയോ തന്നെ എഴുതിയ സെയിം ഇതിൻ്റെ ഒപ്പം ഇവിടെ എങ്ങാണ്ട് പിൻ ചെയ്ത് വന്നതാട്ടോ ഈ സാധനം. ഞാൻ അതിനെ അഴിച്ചെടുത്തു. അപ്പോൾ ഇതിൽ വന്നിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെയർ ടൈ ഉണ്ട്. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഹെയർ ഭയങ്കര കാറ്റത്ത് പറക്കൂലേ, അപ്പോൾ ഒരു ഹെയർ ടൈ വെച്ചിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്സ്റ്റിക് ഇത് ഞാൻ ചിലപ്പോൾ രാവിലെ റെഡിയായി ഏത് ലിപ്സ്റ്റിക് ആണോ ഇടുന്നത് അത് ചുമ്മാ ബാഗിലും കൂടെ ഞാൻ ഇട്ടേക്കും. അങ്ങനെ വീണ്ടും ഒരു ഹെയർ ടൈ ഉണ്ട്. വീണ്ടും ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ ഒരു ഹെയർ സിറം ഉണ്ട്. ദിസ് ഈസ് നോട്ട് ദ ഹെയർ സിറം ഐ എം യൂസിങ് ഡെയിലി. ഇത് ഞാൻ കുഞ്ഞു ബോട്ടിൽ കടയിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇതല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ഹെയർ സിറാണ്. ഇത് ബൈ ചാൻസ് എന്തെങ്കിലും യൂസ് വന്നാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ബാഗിലിടുന്നതാണ്. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഹെയർ ഭയങ്കര മെസ്സി ആയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങാനും പിന്നെ ഹെയർ വാഷ് കഴിഞ്ഞ ഡേ ഒക്കെ ഭയങ്കര മെസ്സി ആയിരിക്കും ഹെയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുത് കണ്ടപ്പോൾ ഞാൻ വാങ്ങി ബാഗിലിട്ടേക്കുന്നതാണ്. ഒരു 10 രൂപ എങ്ങനെയോ ഇതിൽ കിടക്കുന്നുണ്ട്, അറിയാതെട്ടതായിരിക്കാം. അപ്പോൾ ഇതേ ഉള്ളൂ ഈ പൗച്ചിൽ. പിന്നെ ഞാൻ ഫുള്ള് മെസ്സി ആയിട്ടിരുന്ന സാധനങ്ങളാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു കോയിൻ പേഴ്സ് ഉണ്ട്. ഇത് ബ്ലാക്ക് ആണെന്നേ ഉള്ളൂ, ഇതിൻ്റെ ഒപ്പം കിട്ടിയതൊന്നുമല്ല. ഇതിൽ കുറച്ച് കോയിൻസ് ഉണ്ട് ഇതിനുള്ളിൽ, മാത്രമേ ഉള്ളൂ. ചേഞ്ച് പെട്ടെന്ന് ഈസി ആക്സസബിളിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാനിപ്പോഴും ടിഷ്യൂ, ഞാൻ ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂസിൻ്റെ ആവശ്യം വരും. അഥവാ ബൈ ചാൻസ് കർച്ചീഫ് ഞാൻ മറക്കുക എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് ടിഷ്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം എന്ന് പറയാം. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ പേഴ്സാണ്. പേഴ്സ് അലമ്പായി തുടങ്ങി. ഇത് മിനീസോയുടെ ഒരു പേഴ്സാണ്. അത് ഞാൻ കുറേ കാലമായി യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഒരു അസെറ്റ് പോലെയാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കിത് മാറ്റാൻ തോന്നാറില്ല. സ്റ്റിൽ ഐ ആം യൂസിങ്. അപ്പോൾ ഞാൻ ഇതിൽ പൈസ, ബസ്സിനാണ് ഞാൻ പോകുന്നത് ഓഫീസിലേക്ക്, അപ്പോൾ പൈസ ആവശ്യമാണല്ലോ. ദിസ് ഈസ് മൈ പേഴ്സ്. അവിടെ എവിടെയൊക്കെ പൈസ കിടക്കുന്നുണ്ട്. കുറച്ച് കാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഉണ്ട്. ആധാർ കാർഡ് വരെ ഞാൻ ഇതിലാണോ വെച്ചിരിക്കുന്നത്. ഗൈസ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോൾ തൊട്ട് അതിനേക്കാൾ മുന്നോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ പേഴ്സാണ് കൺസെഷൻ കാർഡ്. ഐ മിസ് മൈ കോളേജ്. അപ്പോൾ നമ്മൾ കണ്ടക്ടർ എപ്പോഴും കൺസെഷൻ കാർഡ് ചോദിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇത് ഇതുവരെ മാറ്റിയിട്ടില്ല ഞാൻ. പിന്നെന്താ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ബാങ്ക് മലേഷ്യൻ മണിയാണ്. പിന്നെ എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആധാർ കാർഡ് ഉണ്ട്. ആധാർ കാർഡ് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ പേഴ്സിൽ. പേഴ്സ് ഞാൻ എപ്പോഴും എല്ലാവരും ക്യാരി ചെയ്യുന്നതാണല്ലോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു പെർഫ്യൂം ഉണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതാണ്. ഇത് റെനയുടെ ഒരു പെർഫ്യൂം. അടിച്ചടിച്ച് തീരാറായെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഒരു ലിപ് ബാം ഉണ്ട്. ഇത്രയേ ഉള്ളൂ, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതെൻ്റെ ഓഫീസ് ഫോണാണ്. ഇതിപ്പോഴും ബാഗൊന്നും ഞാൻ എടുക്കാറില്ല. സ്വിച്ച് ഓഫ് ആയെന്ന് തോന്നുന്നു. ഇല്ല, ഓഫീസ് ഫോൺ. ഞാൻ ഓഫീസിലെ കാര്യങ്ങൾ പേഴ്സണൽ ഫോണായി മിക്സ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ഫോണാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഓഫീസിൽ ക്യാരി ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ഞാൻ അംബ്രല്ല എടുക്കാറുണ്ട്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ അംബ്രല്ല ബാഗ് വെയിറ്റ് ആവുമല്ലോ, അതുകൊണ്ട് എടുക്കാറില്ല. പിന്നെ എനിക്ക് പുറത്ത് വെയിലത്ത് പോകേണ്ട സാഹചര്യങ്ങൾ ഇല്ല. കാരണം നമ്മൾ 9:20 അല്ലെങ്കിൽ 9:30 ആകുമ്പോൾ ഓഫീസിൽ കയറി 6 മണിക്ക് നമ്മൾ ഇറങ്ങുള്ളൂ.
അപ്പോൾ നമുക്ക് പുറത്ത് പോകേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ വരാത്തതുകൊണ്ട് അംബ്രല്ല ഞാൻ എടുക്കാറില്ല. മഴക്കാലമാണെങ്കിൽ ഞാൻ എന്തായാലും ബാഗിൽ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വെയിറ്റ് കൂടുതൽ ബസ്സിലല്ലേ പോകുന്നത്, അതുകൊണ്ട് ഞാൻ അംബ്രല്ല ഇപ്പോൾ എടുക്കാറില്ല. പിന്നെ എൻ്റെ ബാഗിൽ ഉണ്ടാവാറ് ഒരു ID കാർഡാണ്. ID കാർഡ് ഞാൻ ബാഗ് വാഷ് ചെയ്യുമ്പോൾ എന്തോ പുറത്ത് വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ID കാർഡാണ് പിന്നെ എൻ്റെ ബാഗിൽ ഉണ്ടാവുന്ന ഒരു ഐറ്റം. സോറി ഗൈസ്, ഐ ഫോർഗോട്ട് ടു ടെൽ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് വാട്ട്സ് ഇൻ മൈ ഓഫീസ് ബാഗ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിയിക്കാം. യൂസ്ഫുള്ളായ എന്തെങ്കിലും ഐറ്റംസ് വാട്ട് ഷുഡ് ഐ ഇൻക്ലൂഡ് എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിൽ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. Bye.